ഹലോ നമസ്കാരം, സംസാരം ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാലക്കുടിക്കടുത്തുള്ള മരാങ്കോടിലാണ്. നമുക്ക് എല്ലാവർക്കും കണ്ടു പരിചയം ഉണ്ടായിരിക്കും പുഷ്പി ചേച്ചിയെ. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കായിട്ട് സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കി തരാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചേച്ചി ഇന്ന് നമുക്കായിട്ട് ചെയ്തിരുന്നത്? നമ്മളിന്ന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗ്രീൻ മസാല ചിക്കനാണ്. ഗ്രീൻ മസാല ചിക്കൻ. അത് മുളക് പൊടി, മല്ലിപ്പൊടി സംഭവങ്ങളൊന്നുമില്ല, പൊടികളൊന്നുമില്ല. അതിനകത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മല്ലിയില, പുതിനയില, വേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഇത്തിരി മസാല. അതിൽ പെരുംജീരകം, തക്കോലം, പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇങ്ങനെ കുറച്ചെടുത്ത് അത് ഇതെല്ലാം കൂടെ പേസ്റ്റാക്കും. എന്നിട്ട് അതിനകത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ കഴുകി ചെറിയ പീസായി, കൂടുതലും മാംസളമായ ഭാഗം മാത്രമാണ് കൂടുതൽ നല്ലത്, വറുത്തെടുക്കാനൊക്കെ നല്ലത്. അതിൽ നമ്മൾ പേസ്റ്റാക്കി ഇങ്ങനെ വയ്ക്കും. എന്നിട്ടൊരു അരമണിക്കൂർ ആ സംഭവം അതിനകത്ത് ഉപ്പും ആവശ്യത്തിന് ചേർക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനെ തേച്ച് വെച്ചേക്കാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വെക്കാൻ തുടങ്ങും. അപ്പോൾ നേരത്തെ ഇത് ചെയ്തിട്ടൊക്കെ ഉണ്ടോ? മുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മക്കളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് പിള്ളേർക്ക് എപ്പോഴും ഇങ്ങനെ ചിക്കൻ കറി നമ്മൾ റോസ്റ്റ് ചെയ്ത് മറ്റോണൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ മടിക്കണൊക്കെ ഒരു സമയം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കാണുന്ന ഒരു പ്രത്യേകത കൊണ്ട് അവർ അതും കൂടി ഭക്ഷണമൊക്കെ കഴിക്കും. പിള്ളേരെ എങ്ങനെയെങ്കിലും പോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് വെച്ച് തുടങ്ങിയാലോ? ആയിക്കോട്ടെ, തുടങ്ങാം. ഗ്യാസ് കത്തിച്ചു. നമ്മളതിന് ശേഷം പാൻ വെച്ചു. ആവശ്യത്തിന് അത് സബോളയൊക്കെ വാടാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിന് പകരം നമുക്ക് നമ്മുടെ കുക്കിംഗ് ഓയിൽ പലതും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അവൻ്റെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അതൊക്കെ ഇത്രയും കൂടെ ഇത് വരും. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് നല്ല ആട്ടിച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ എത്ര ചിക്കനായിട്ട് സവാള അരിഞ്ഞേക്കുന്നത്? നമ്മളിപ്പോൾ അതൊരു മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 250 ഗ്രാമിൻ്റെ അടുത്തുള്ളൂ. അത് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ അതിന് നമ്മളൊരു സബോള മുഴുവനും വേണ്ട, ഒന്ന് വഴിച്ചെടുക്കണം. വെളുത്തുള്ളി ചതച്ചിട്ടാണെങ്കിലും ഇടാമോ, അതോ ഇങ്ങനെ തന്നെ മുഴുവനായിട്ട് തന്നെ ഇടാം? ചതച്ചിട്ട് വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ സബോള അരിഞ്ഞ കാരണം കൊണ്ട് വെളുത്തുള്ളി അങ്ങനെ അരിഞ്ഞു എന്ന് മാത്രം. പിന്നെ നമ്മൾ അതിനകത്ത് അരച്ചിട്ടുണ്ടല്ലോ മസാലയിൽ, എൻ്റെ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു നുള്ളു വേണമെങ്കിൽ ഉപ്പ് നമുക്ക് ഇടാൻ തോന്നുന്നു. സബോള ഒന്നും ഇടാൻ പാകത്തിനെ ശരി ഉപ്പ് തിരിട്ടാണ്. നല്ല ബ്രൗൺ കളർ ആവണോ? അത്രയ്ക്കും വേണ്ട, കാരണം അതും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് വേവേണ്ടതല്ലേ. ഒന്ന് വാടിയെന്ന് നമുക്ക് തോന്നുമ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞിട്ടേക്കണ അതിനും കൊണ്ട് നമ്മളിങ്ങനെ നോക്കാം. അപ്പം നമ്മൾ മസാലകൾ എന്തൊക്കെ ചേർത്തിട്ട്? ഇതിനകത്ത് പ്രധാനമായിട്ട് ഇലകളാണ്. മല്ലിയില, പുതിനയില, പിന്നെ വേപ്പില. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത് അരച്ചിട്ടുണ്ട്. മസാല പൊടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത് അരച്ചപ്പോൾ ആ മസാല പൊടിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ അരച്ചെടുത്തു. നമ്മുടെ മസാല കൂട്ടല്ലേ, ഗ്രാമ്പു എല്ലാം കൂടെ ഉള്ള എല്ലാം കൂടെ നമ്മൾ പൊടിച്ച് വെച്ചാൽ ഒരു ഇത്തിരി പെരുംജീരകം നമ്മൾ കൂടുതലിടും. അപ്പോൾ ശരിക്കും പെരുംജീരകമാണ് കറികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക. ആ പേസ്റ്റിൽ നമ്മൾ ഈ ചിക്കൻ മിക്സ് ചെയ്യണതിന് മുന്നേ അതിൽ ആ പേസ്റ്റ് കൊണ്ടുവന്നതിൽ ഒരു ചെറുനാരങ്ങ നീരും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇട്ടാണ് നമ്മളത് ഇളക്കിയിട്ടതിന് ശേഷമാണ് ഇതിൽ നമ്മൾ കാശ് വയ്ക്കുന്നത്. ക്യാൻറ്റീൻ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ക്യാൻറ്റീൻ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മുന്നേ ഒരു മീൻ പറ്റിക്കുന്ന ഒരു വീഡിയോ ഞങ്ങളുടെ ചാലക്കുടി ക്യാൻറ്റീനിൽ ചെയ്തിരുന്നു. വീട്ടിൽ ഉണെന്നാണ് പേര്. ചാലക്കുടി ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെയാണ്
അവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷമായി. അതിനു മുന്നേ നമ്മൾ ഞാൻ മെമ്പറായിരുന്ന സമയത്ത് ബ്ലോക്കിൽ ഒരു ഇതുപോലെ തന്നെ ക്യാൻറ്റീൻ നടത്തിയായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം വീട്ടിലെ ഊണിൽ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്. നമുക്ക് കുറച്ച് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് കുറേ പേരുണ്ട്. പിന്നെ ഒത്തിരി ദൂരെ നിന്ന് ഇടയ്ക്ക് വന്നവർ, ആദ്യമൊക്കെ വന്നു പോയവർ, അവരിടയ്ക്ക് വരുമ്പോൾ ഞങ്ങളെ വിളിച്ച് പറയും, ഞങ്ങൾ ഇത്ര പേര് വരുന്നുണ്ട്, ഇത്ര സമയമാവും ഭക്ഷണമൊക്കെ എടുത്ത് വെക്കണമെന്ന് പറയും. അങ്ങനെയൊക്കെ പറയും. അപ്പം അവരുടെ സന്തോഷമാണല്ലോ നമുക്ക്. നമ്മുടെ കറി ഒരു വിധമായോ? കറി ഒത്തിരി നേരം കൂടെ ഇരിക്കണം, 2-3 മിനിറ്റ് കൂടെ മതിയോ, കാരണം ആയി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഡ്രൈ ആയിട്ടാണോ കറി ആയിട്ടാണോ? ഇത് 2 തരത്തിലെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടാണ് നമുക്ക് ഇത്തിരി നേരം മൂടി വയ്ക്കാം. 2 മിനിറ്റ് ഇരിക്കണം. 2 മിനിറ്റ്. നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ ഡ്രൈ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈ ആക്കണമെങ്കിൽ നമുക്ക് നമുക്ക് അധികം നേരം മൂടിയിടണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം വീണ് അത് കറി പോലെയാണ്. അതല്ലാതിരിക്കാൻ നമുക്ക് ഇതിനെ മൂടിയാൽ നമ്മൾ മാറ്റാണ്. ഇത് വേറൊരു രീതിയിലും ചെയ്യാം കേട്ടോ. നമ്മൾ ഈ മസാല വെച്ചിട്ടേ സബോളയിൽ നിന്ന് ഇടാതെ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അതായത് അത് ഇത്തിരി നേരം കൂടി ഇരിക്കേണ്ടി വരും. കാരണം ശരിക്കും ഈ ചിക്കനിൽ ആ മസാലയുടെ ഉപ്പും മുളകൊക്കെ പിടിച്ച് എന്നിട്ടാണെങ്കിൽ വെറുതെ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് വറുത്ത് കോരി എടുക്കാം. അപ്പോഴും നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ കടിക്കാനും അതൊക്കെ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ അരച്ചതാണ്. ഇത് നമുക്കൊരു അവസാനം ഒരു ടേസ്റ്റിനായിട്ട് നമുക്കത് ഒഴിക്കാം. നമുക്ക് കറിവേപ്പില നമ്മുടെ ഇത്തിരികോളം ഇട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറി ഗ്രീൻ മസാല ഡ്രൈ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്താലോ? ഇനി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ നിത്യക്ക് ഇങ്ങനെ ഒരു എന്തോ ഒരു തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ഗ്രീൻ മസാല ഡ്രൈ ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. നന്നായി മുരിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നിത്യക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിനകത്ത് കുരുമുളകും പച്ചമുളകും കൂടെ വന്നപ്പോഴാണ് ആ ഒരു എരിവ് രസം അങ്ങനെ തോന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ? അത് പറ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയേണ്ടതാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, എളുപ്പമാണ്. ചേച്ചി നമുക്കിതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.